ഒരേ സമയം ഒരു ക്ലാസ് റൂമിന്റെയും ഒരു മികച്ച PSC റാങ്ക് ഫയലിന്റെയും ഗുണം തരുന്ന ചരിത്രത്തിലെ ആദ്യ ഓൺലൈൻ PSC ആപ്ലിക്കേഷൻ. ന്യൂക്ലിയസിനെ പറ്റിയുള്ള ഒരു PSC ചോദ്യമാണ്. ബ്രെയിൻ ഓഫ് ദ സെൽ, ഒരു സെല്ലിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗം ഏതാണ്? അതിൻ്റെ പേരാണ് ന്യൂക്ലിയസ്. ബ്രെയിൻ ഓഫ് ദ സെൽ, അതായത് ഒരു കോശത്തിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? നമ്മുടെ ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗം. അപ്പോൾ ബ്രെയിൻ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ മെയിൻ സെൻറ്റർ ഓഫ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടക്കുന്ന ഒരു ഭാഗമായിരിക്കണം നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ അത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടി നമ്മുടെ ന്യൂക്ലിയസിനുള്ളത്? ന്യൂക്ലിയസിനുള്ളിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. ന്യൂക്ലിയസിനുള്ളിലാണ് ജനറ്റിക് മെറ്റീരിയൽ, പ്രധാനമായും നമ്മുടെ DNA എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത് ഈ പറയുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിനുള്ളിലാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് യൂക്യാരിയോട്ടിക് സെല്ലിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. പ്രോക്യാരിയോട്സിന് ന്യൂക്ലിയസ് ഇല്ല. യൂക്യാരിയോൺ, യു എന്ന് പറയുന്നത് ട്രൂ, ക്യാരിയോൺ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയസ്, അതായത് ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളാണ് നമ്മൾ യൂക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. അതേസമയം പ്രോക്യാരിയോട്ടിക് സെല്ലുകൾക്ക് ഒരു ട്രൂ ന്യൂക്ലിയസ് ഇല്ല, അവയ്ക്ക് ഒരു ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും നമ്മുടെ യൂക്യാരിയോട്സിലാണ് ന്യൂക്ലിയസ് കാണുന്നത്. എന്നാൽ അതിനർത്ഥം പ്രോക്യാരിയോട്സിൽ ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് അവയ്ക്ക് ജനറ്റിക് മെറ്റീരിയൽ ഇല്ല എന്നല്ല. അവയ്ക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, എന്നാൽ അതിനൊരു പ്രത്യേക കമ്പാർട്ട്മെന്റിൽ ന്യൂക്ലിയസ് എന്നുള്ളൊരു ഭാഗത്തല്ല അവരുടെ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. എന്നാൽ യൂക്യാരിയോട്സിൽ അങ്ങനെയല്ല. ജനറ്റിക് മെറ്റീരിയൽ ഒരു പ്രത്യേക ഡബിൾ മെംബ്രെയിനസ് സ്ട്രക്ചർ ആയിട്ടുള്ള ഈ ന്യൂക്ലിയസിലാണ് കാണുന്നത്. ഇനിയുള്ള അവസരങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. പഠിച്ചു തുടങ്ങാം, പഠിക്കേണ്ടത് മാത്രം. ഞങ്ങൾ പഠിപ്പിക്കും, അറിയേണ്ടത് മാത്രം. PSCtalks.